ഇന്ന് എക്സാക്ട്ലി പറയുവാണെങ്കിൽ 2026 ഓഗസ്റ്റ് 17-ാം തീയതി, മലയാള മാസം ചിങ്ങം 1-ാം തീയതിയാണ്. ഇന്നാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ ഡെലിവറി നമുക്ക് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മുടെ വണ്ടിയുടെ TP ആയിട്ടില്ല, അതായത് ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ടില്ല. അത് രാവിലെ ചെയ്തു തരാമെന്നാണ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഏവള് പറഞ്ഞിരുന്നത്. ഞങ്ങൾ നേരെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള അറീന ഷോറൂമിലെത്തി. ചിങ്ങം 1-ാം തീയതി ആയതുകൊണ്ട് ചെറിയൊരു ഓണത്തിൻ്റെ മൂടൊക്കെ ആയിരുന്നു കേട്ടോ. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കയറി ചെന്നു. ഏബിള് ഞങ്ങളെ വെൽക്കം ചെയ്തു. ഞങ്ങളെ അവിടെ ഇരുത്തി. ഏബിള് പറഞ്ഞു, ചേട്ടായി ഒരു 10 മിനിറ്റത്തെ പേപ്പർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് ഏകദേശം അരമണിക്കൂർ എടുത്തു കേട്ടോ. പക്ഷെ ഞങ്ങളവിടെ നല്ല രീതിയിൽ സമയമൊക്കെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് കോഫി കുടിക്കാൻ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളല്ലാതെ വേറെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇന്ന് ഡെലിവറിയാണ്. ഏകദേശം ഒരു 40ഓളം വണ്ടി ഇന്ന് ഇവിടുന്ന് ഡെലിവറി എടുത്തിറങ്ങുന്നുണ്ട്. ബൾക്ക് ഡെലിവറി എന്ന് പറയും. ചിങ്ങം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെയാണ് ആ ബൾക്ക് ഡെലിവറി അവർ അറേഞ്ച് ചെയ്തിരുന്നത്. എന്തായാലും കൃത്യം ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞപ്പോഴത്തേനും ഏബിൾ കുറേ പേപ്പേഴ്സൊക്കെ ആയിട്ട് വന്നു. പുതിയ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രസ ZXi പ്ലസ് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അതായത് ടോപ്പിൻ്റെ മോഡൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പുതിയ വണ്ടിക്കൊന്നും ഇപ്പം അവർ സർവീസ് ബുക്കോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാം സുസുക്കി കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടി ഡെലിവറി കൊടുക്കാനായിട്ട് സർവീസൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വണ്ടിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എനിക്ക് എടുത്തു തന്നു, വീഡിയോസൊക്കെ എടുത്തു തന്നു. ആകെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡെലിവറിയാണ്. മൂവാറ്റുപുഴ ഷോറൂമിൽ നിന്നും ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡെലിവറി നമ്മളാണ് കേട്ടോ. ഞാനും വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടിയേ അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. വണ്ടിക്ക് വിലയും കൂടിയായിരുന്നു കേട്ടോ, അത് വേറൊരു സത്യം. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഏബിള് പറയുന്ന, ചേട്ടായി ഒന്ന് വരണം, ചിങ്ങം 1 ചെറിയൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ നേരെ അവിടെ ചെന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. എല്ലാവരും വന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ബൾക്ക് ഡെലിവറിയുടെ കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി വണ്ടിയുടെയൊക്കെ ഉടമസ്ഥരും കാര്യങ്ങളും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി അവിടുത്തെ ഉള്ള സ്റ്റാഫ്സും എല്ലാവരും കൂടെ കൂടിച്ചേർന്നു. അപ്പം ചെറിയൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ നമ്മുടെ ഷോറൂം മാനേജർ വന്നു. അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വണ്ടി നമ്മുടെ ആയതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെയാണ് കേട്ടോ ഇനാഗ്രേഷന് ക്ഷണിച്ചിരുന്നത്. അപ്പം അത് വളരെ ഒരു നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമല്ല, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ഭയവും ഒരു സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ കൊടിവിളക്ക് അദ്ദേഹത്തെ തിരിച്ചേൽപ്പിച്ചു. അതിനുശേഷം എല്ലാവരും തിരിയൊക്കെ കത്തിച്ചു. പിന്നെ അവരുടെ ചെറിയൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഡു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിതരണം ചെയ്തു. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് ബാക്കി തീയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഏബിളിനെ കാണുന്നത്. ഏബിളിനോട് ഞാൻ ശരിക്കും പറഞ്ഞു, ഏബിള് ശരിക്കും എന്നെ കളിയാക്കി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ബാച്ച് ഡെലിവറി ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളാണെന്ന് ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ശേഷം ഞങ്ങളുടെ കേക്ക് കട്ടിങ് നടത്തി. അതായത് ഈ കേക്ക് കട്ടിങ്ങിൻ്റെ പുറത്ത് ഒരു കഥ കൂടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേക്കിൽ എഴുതിയിരുന്ന ഡാഡീസ് ഗിഫ്റ്റ് ടു ഏഞ്ചൽസ് ആണ്. അതായത് എൻ്റെ 3 ഏഞ്ചൽസിന് വേണ്ടിയുള്ള ഗിഫ്റ്റാണ്. മാത്രമല്ല നമ്മുടെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. അപ്പോൾ കുഞ്ഞുവിനും കൂടെ വേണ്ടിയുള്ളൊരു ഗിഫ്റ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് കരുതിയിരുന്നത്. കാരണം ആ ഒരു ആ ഒരു സമയം അടുപ്പിച്ചായിരുന്നു ഞങ്ങൾ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവിടെയുള്ളൊരു ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഓണത്തിൻ്റെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ പോലെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു സഫാരിയുടെ ഒരു സ്യൂട്ട് കേസ് നമുക്ക് ഇതായിട്ട് കിട്ടി. പിന്നെ നമ്മുടെ ഡെലിവറി തരാനുള്ള വണ്ടി അവരൊരു റെഡ് കാർപ്പറ്റിലെ റെഡ് ക്ലോത്ത് കൊണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടു. അതിനുശേഷമാണ് ഡെലിവറി തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വണ്ടിക്ക് മുമ്പിൽ നിന്നു, എല്ലാവരും കൈയടിച്ചു. ഞങ്ങൾ പതുക്കെ വണ്ടി റിലീവ് ചെയ്തു. റിലീവിന് ശേഷം ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കീ ഹാൻഡ് ഓവറിങ് കഴിഞ്ഞ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നോബിളായിരുന്നു കീ ഹാൻഡ് ഓവർ ചെയ്തത്. പിന്നെ വണ്ടിയുടെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് നമ്മളെടുത്തു. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഞാൻ ബ്രസയിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസയ്ക്ക് ഏകദേശം 20.7 കിലോമീറ്ററാണ് അവർ മൈലേജ് പറയുന്നത് പെട്രോളിൽ.
അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു ഇത് ഡെലിവറി റാമ്പിലേക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് റണ്ണ് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പതുക്കെ ഡെലിവറി ചെയ്യുന്ന റാമ്പിലേക്ക് നമ്മൾ പതുക്കെ വണ്ടി കയറ്റിയിട്ടു. ഇവിടം വരെ നമുക്ക് ഇറക്കാനുള്ളൊരു ഇതുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവിടുത്തെ ടെക്നീഷ്യന്മാരാണ് ബാക്കി ഇറക്കുന്നതും കാര്യങ്ങളും എല്ലാം. കാരണം റാമ്പിലേക്ക് ഓടിക്കുമ്പോൾ അവർ വളരെ കൃത്യതയോടുകൂടെ വേണം ഇറക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടൻ്റെ ആഗ്രഹം സൺറൂഫിൽ കയറി നിൽക്കണം. പിന്നെ വേറൊന്നും നോക്കിയില്ല, ആദ്യക്കുട്ടനെ കയറ്റി സൺറൂഫിൽ നിർത്തി. പിന്നെ നമ്മൾ നമ്മുടെ ഈബിളിനോടും ബാക്കി അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ യാത്ര തിരിച്ചു. ഈ ട്രിപ്പ് നേരെ ആ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ നമ്മുടെ പോർച്ചിലൊന്ന് കയറ്റി ഇട്ടെങ്കിലേ എനിക്കിനി മനസ്സമാധാനമുള്ളൂ. സോ ഫസ്റ്റ് ട്രിപ്പ് നേരെ വീട്ടിലേക്ക്. വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.